മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളടങ്ങിയ പേടകങ്ങളുമായി തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര മറ്റന്നാൾ സന്നിധാനത്തെത്തും. എം രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ തിരുവാഭരണ ഘോഷയാത്ര മറ്റന്നാളാണ് സന്നിധാനത്തെത്തുക. ഇപ്പോൾ പന്തളത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുന്നു, എവിടെ എത്തിയിരിക്കുന്നു, എങ്ങനെയാണ് ചടങ്ങുകൾ? സ്മൃതി, 1 മണിയോടുകൂടിയാണ് ശബരിമല സംക്രമസന്ധിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള 26 പേരടങ്ങുന്ന പേടകവാഹക സംഘം ഇപ്പോൾ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ഇപ്പോൾ പുറപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 12 മണിയായിരുന്നു ഭക്തർക്ക് ഇത്തരത്തിൽ തിരുവാഭരണം ദർശിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 11ഓളം സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ തിരുവാഭരണം തുറന്ന് ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മറ്റെങ്കിലും ലഭിക്കാത്ത പുണ്യയാത്ര എന്നുള്ളതാണ് ഭക്തരെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് വർഷത്തിൽ ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ ഭക്തർക്ക് തിരുവാഭരണം കാണുന്നതിനും ഒപ്പം തന്നെ പരമ്പരാഗത കാനന പാതയിലൂടെ ശബരിമല സന്നിധാനത്തേക്ക് പോകുന്നതിനുള്ള യാത്രാ സംഘത്തിന് ദർശിക്കുന്നതിനുമൊക്കെയുള്ള ഒരു സൗകര്യമുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി ഭക്തജനങ്ങളാണ് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനും കാണുന്നതിനുമായി എത്തിയിരുന്നത്. തിരുവാഭരണ പാതയിൽ വിവിധ ക്ഷേത്രങ്ങളും സംഘടനകളും കുടുംബങ്ങളും നാട്ടുകാരും എല്ലാം തന്നെ സ്വീകരണം ഒരുക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. 11ഓളം സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തിരുവാഭരണം കാണുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. ശരി, എം രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്.